2025 ഒക്ടോബറിൽ IUCNൽ ഏറ്റവും പുതിയ സംസ്ഥാന അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അർമേനിയയാണ്. 2025 ഒക്ടോബറിൽ IUCNൽ ഏറ്റവും പുതിയ സംസ്ഥാന അംഗമായ രാജ്യമാണ് അർമേനിയ. മികച്ച പുരുഷ കളിക്കാരനുള്ള 69ാമത് ബാലൺ ഡിയോർ പുരസ്കാരം നേടിയത് ഒസ്മാൻ ഡെംബെലെയാണ്. മികച്ച പുരുഷ കളിക്കാരനുള്ള 69ാമത് ബാലൺ ഡിയോർ പുരസ്കാരം 2025ൽ നേടിയത് ഒസ്മാൻ ഡെംബെലെയാണ്. ആരവല്ലി ഗ്രീൻവാൾ പ്രോജക്റ്റ് ലക്ഷ്യം എന്താണ്? മരുവൽക്കരണം തടയലാണ്. ആരവല്ലി ഗ്രീൻവാൾ പ്രോജക്റ്റ് ലക്ഷ്യം മരുവൽക്കരണം തടയലാണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ വർഷം 2023 ജനുവരിയിലാണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് 2023 ജനുവരിയിലാണ്. തുടക്കത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന തീവണ്ടിയുടെ ഇപ്പോഴത്തെ പേര് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായ നാഗാസ്ത്ര 01 എന്താണ്? ഡ്രോണാണ്. ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായ നാഗാസ്ത്ര 01 എന്താണ്? ഡ്രോണാണ്. 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? നേട്ടത്തിനായി നൽകുക എന്നാണ്. 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ സന്ദേശം നേട്ടത്തിനായി നൽകുക. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോട്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ മുഴുവൻ സമയം അംഗമായ 100ാമത്തെ രാജ്യമാണ് പരാഗ്വേ എന്നറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ മുഴുവൻ സമയം അംഗമായ 100ാമത്തെ രാജ്യമാണ് പരാഗ്വേ. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ഷഫാലി വർമ്മ. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ഷഫാലി വർമ്മ. ഭൂമിശാസ്ത്ര സൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. ഭൂമിശാസ്ത്ര സൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക്.